എന്താണ് സുഹൃത്തുക്കൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ ജസ്റ്റ് ഒരു 10 ദിവസത്തേക്കുള്ളൊരു വെക്കേഷൻ വന്നിട്ടുണ്ട് നാട്ടിലേക്ക്. നാട്ടിൽ വന്നപ്പോൾ നല്ല മഴയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നാട്ടിൽ എവിടെയാണെന്ന്. ഞാൻ നാട്ടിൽ കാസർഗോഡ് ജില്ലയിൽ പൊയിനാച്ചി ബന്തടുക്ക റൂട്ടിൽ കുണ്ടംകുഴി എത്തുന്നതിനേക്കാളും മുമ്പ് ബാലനടുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നല്ല മഴയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ നമ്മളെ നാഷണൽ ഹൈവേൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് രാവിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, തെക്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കാസർഗോഡ് പോകുന്ന വഴിയാണ്, ചട്ടഞ്ചാല് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലം, മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അതൊന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. മുകളിൽ പോലീസൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് റോഡ്, എന്നാലും പല ഭാഗങ്ങളിലും കൂടെ വന്ന് ഇതിലേക്ക് വണ്ടി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം മണ്ണൊക്കെ നീക്കി ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ വലത് സൈഡിൽ കണ്ട, വലത് സൈഡിലൊരു സിമൻറ്റ് പൂശിയിട്ട് കണ്ട, ഇത് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചെങ്കിൽ പുല്ല് വളരാതിരിക്കാൻ വേണ്ടി അടിച്ചത്, സിമൻറ്റ് അടിച്ച് കൊടുത്തത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ചില സ്ഥലത്ത് നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പല സ്ഥലത്ത് നെറ്റോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സിമൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. മണ്ണിടിഞ്ഞതാണ്ട, എന്തുറപ്പാണിത്? എത്ര ഹൈറ്റിലാണ് മണ്ണ് നീക്കിയിട്ടുള്ളത്? ഇത് ഇപ്പോൾ അല്ല ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇനി റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഈ റോഡ് ഓപ്പണാക്കി കഴിഞ്ഞിട്ടായിട്ടാകുമ്പോഴായിരിക്കും പല ഭാഗങ്ങളിലും ഇങ്ങനെ മണ്ണിടിച്ചിട്ടുണ്ടാവും. ഇവിടെ തന്നെ കാസർഗോഡ് തന്നെ ചെർക്കള എത്തുന്നതിന് മുമ്പൊക്കെ നല്ല ഹൈറ്റിൽ ഇതുപോലെ കട്ടിങ് നിൽക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ പല സ്ഥലത്ത് ഇങ്ങനെ അടിച്ചിട്ട് കാണുന്നുണ്ട്. ഇത് പറ്റുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ ഇവരിങ്ങനെ ഈ സിമൻറ്റ് പൂശിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് ഉള്ളിൽ വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നത്, വെള്ളം ഇറങ്ങുമ്പോൾ അത് മൊത്തം അങ്ങോട്ട് ഇളകിയിട്ട് വീഴുന്നതാണ്. ഇത് യാതൊരുവിധ ഉറപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കണ്ടതാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഒരുപാട് പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിലെ പഴയ പാലങ്ങളും ഇപ്പോഴുള്ള ഈ പാലങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരുവിധ ലെവലും ഇല്ല ഇപ്പോഴുള്ള പാലങ്ങളിൽ. കുറേ ഹൈറ്റും കുറേ താണിറ്റും ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ഭൂമിശാസ്ത്രമായിട്ടുള്ള സ്ഥലങ്ങളല്ലേ എങ്ങനെയാണ്. പണ്ട് പാലങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭൂമിപരമായിട്ട് ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. അന്നൊക്കെ നല്ല ലെവലിൽ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല വാട്ടർ ലെവലിൽ. ഇപ്പോഴുള്ള ഒരു പാലവും പല സ്ഥലങ്ങളിലും റോഡ് ഫുള്ള് ഫിനിഷായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ണൂരിൻ്റെ ബോർഡർ ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ പല സ്ഥലത്തും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നമുക്ക് ആ പാലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ ഗൾഫുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, എന്നാലും നമ്മളിപ്പോൾ പല റീൽസും ഇതൊക്കെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിലൊക്കെ പല പാലത്തിൻ്റെ വീഡിയോസും ഇതൊക്കെ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഗൾഫിൽ യൂറോപ്പിലൊക്കെ പണിയെടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഇത് പാലങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ അതിലൂടെ വണ്ടി ഓടിച്ച് പോയെങ്കിൽ മനസ്സിലാവും എത്രത്തോളം ലെവലുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞെങ്കിൽ തീരെ ലെവലില്ല ഇപ്പോൾ ഉള്ള ഈ ഒരു നിർമ്മിക്കുന്നുള്ള ഈ പാലത്തിന്. ഇപ്പോൾ ഇവിടെ ഈ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് പെട്ടെന്ന് തന്നെ JCBക്കൊക്കെ വന്ന് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ വണ്ടികളുണ്ടല്ലോ, 800, നാനോ, ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഇതിലൂടെ നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. വർക്കൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ കണ്ട വലത്ത് സൈഡിലൊക്കെ കണ്ട എത്ര ഹൈറ്റിലാണ് കട്ടിങ് ഉള്ളത്. അപ്പോൾ ഈ കട്ടിങ്ങൊക്കെ ഇടിഞ്ഞ് താഴെ വരും. ഇത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേട്ടോ, പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കട്ടിങ്ങുകളുണ്ട്. കാസർഗോഡിൻ്റെ തന്നെ ചെറുവത്തൂർ, അതായത് ഈ കണ്ണൂരിൻ്റെ ബോർഡർ, അപ്പോൾ അങ്ങനത്തെ നല്ല കട്ടിങ് വരുന്നുണ്ട്. അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വരും, ഉറപ്പാണ്. അതിൻ്റെ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇതാണ്ട, ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി തിരിച്ചു വന്നതാണ്. അപ്പോൾ നിങ്ങളേക്കും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തിനാണ് വണ്ടി എത്തിക്കുന്നത്? ജസ്റ്റ് നമ്മൾ പിന്നെ നാട്ടിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ വന്ന സമയത്ത് ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല മഴയാണ്, ചെരിയുന്ന മഴയാണ്. ഈ താഴെ ഭാഗത്തൊക്കെ ഉണ്ട്, അതും നല്ല കട്ടിങ്ങാണ്. ഇതിനൊക്കെ വണ്ടി കൊണ്ട് പോകുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഈ കട്ടിങ് കൊടുക്കുമ്പോൾ ഇതൊരു സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ കൊടുത്തിട്ടുള്ളത് ഒറ്റ കട്ടിങ്. ചെറിയ ഹൈറ്റുള്ള സ്ഥലത്ത് തന്നെ ഇങ്ങനെ മണ്ണടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹൈറ്റുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇത് അടുത്ത സൈഡിലാണ് കാണുന്നത്. അപ്പം നല്ല ഹൈറ്റുണ്ട്, നമുക്ക് വീഡിയോയിൽ കുറച്ച് കാണുന്നില്ല. അവിടെയൊക്കെ മണ്ണടിച്ചിട്ടുണ്ട്. ഈ സിമൻറ്റ് പൂശിയ സ്ഥലത്ത് തന്നെയാണ് ഇടിഞ്ഞ് കിടക്കുന്നത്. ഇത് പൂശാത്ത സ്ഥലത്തൊന്നും അല്ല.
ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അത് സിമെൻറ്റ് പൂശിയിട്ടില്ലെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോയിട്ട് അത്ര ഇടിച്ചിലുണ്ടാവില്ല. ഇത് സിമെൻറ്റ് പൂശിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് കൂടിയിട്ട് പാസ് ചെയ്യില്ല. പാസ് ചെയ്യുമ്പോൾ ഇടിച്ചിലുണ്ടാവും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ഇത് കുറ്റപ്പെടുത്തലോ ഒന്നും തന്നെ ഇല്ല. നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലുള്ള റോഡുകളൊക്കെ വരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. തമിഴ്നാട് അവിടെയൊക്കെ നമ്മൾ ഒന്ന് നോക്കുക. അവിടുത്തെയൊക്കെ റോഡുകൾ, നമ്മുടെ നാട്ടിൽ റോഡ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാര്യമായൊരു ഹൈവേ, നല്ലൊരു ഹൈവേ റോഡ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് കാണുന്നത്. പിന്നെന്താണ്, നാട്ടിലൊക്കെ വരുന്ന ആൾക്കാർ മഴക്കാലത്ത് വരിക. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരോടും സ്നേഹം മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക.